ഇന്നത്തെ വീഡിയോ ഞാൻ എൻ്റെ കെമിസ്ട്രി എക്സാമിൻ്റെ റിവ്യൂ പറയാൻ വിചാരിച്ചിട്ടോ. ഞാൻ നല്ല ഹാപ്പി ആണെന്നൊന്നും വിചാരിക്കണ്ട. ഇന്നലെ ആയിരുന്നു എക്സാം, ഇന്ന് മോർണിംഗ് ആണ് ഞാൻ അത് ഷൂട്ട് ചെയ്യുന്നത്. സോ അതിൻ്റെ ഹാങ് ഓവറൊക്കെ കുറച്ച് മാറിക്കണം. എന്നാലും സങ്കടമൊക്കെ ഉണ്ട്, കാരണം എക്സാം നല്ല ടഫായിരുന്നു. എൻ്റെ പെർസ്പെക്റ്റീവ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എക്സാം നല്ല ടഫായിരുന്നു കേട്ടോ. പിന്നെ സ്കൂളിൽ ഫ്രണ്ട്സിനോട് ചോദിച്ചപ്പോഴും ആൻഡ് യൂട്യൂബിൽ വന്ന് നോക്കിയപ്പോഴൊക്കെ അതിലും എല്ലാവർക്കും ടഫായിരുന്നു ഞാൻ പറയുന്നത്. അപ്പം പേപ്പർ മൊത്തത്തിൽ ടഫാണെന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമല്ല ടഫ്, വേറെയുള്ളവർക്കും ടഫാണെന്ന്. പിന്നെ ഈ കെമിസ്ട്രി എക്സാമിനെന്നൊക്കെ പറയാൻ ഞാൻ ഉറക്കം വെച്ചിരുന്ന് പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉറങ്ങിയിട്ടില്ല അതിൻ്റെ തലേന്നൊന്നും. ഞാൻ ആകെ 1-2 മണിക്കൂർ ഉറങ്ങിയിട്ടുള്ളൂ. അപ്പം അതന്നെ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്, കാരണം ഞാൻ അത്രയും ഉറക്കം വെച്ചിരുന്നു. എൻ്റെ ഉറക്കം കളഞ്ഞിട്ടാണ് ഞാൻ പഠിച്ചത്. എന്നിട്ട് എനിക്ക് ടഫായി എന്ന് പറയുമ്പം സങ്കടമുണ്ട്. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ടഫായി നമ്മൾ എന്ത് ചെയ്യാനോ. ഓക്കെ, ആൻഡ് എൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ചപ്പോൾ എൻ്റെ കിളിയൊക്കെ പാരട്ടോ. പിന്നെ എനിക്ക് എന്തൊക്കെയാണ് എഴുതേണ്ടത്, എന്തൊക്കെയാണ് കാട്ടേണ്ടതൊന്നും അറിയില്ല, ഇതെന്താ ഇക്വേഷൻ കൊടുക്കേണ്ടതൊന്നും അറിയില്ല. ഫുള്ള് കിളി പോയി ആ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ചപ്പോൾ. ഈ ന്യൂമറിക്കൽസ് ഒക്കെ കണ്ടിട്ട് തന്നെ പേടിയാവുക, കാരണം അതൊക്കെ പറഞ്ഞ് അറിഞ്ഞിരുന്നിട്ടും പിന്നെ ഇതെനിക്ക് അറിയില്ല. ഞാൻ കുറേ പഠിച്ചിരുന്നു, പക്ഷെ അതൊക്കെ മറന്ന്. ആൻഡ് ഇനിയിപ്പോൾ ഞാൻ അതിനെ പറ്റി ചിന്തിക്കണമെന്നില്ല. സോ ഞാൻ എന്തായാലും ഇതാണ് നമ്മൾ പേപ്പർ നല്ല വൃത്തിയിൽ കൊണ്ട് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും ഞാൻ എഴുതിയത് ഏതൊക്കെയാണെന്ന് പറയാം. ആൻസർ ഞാൻ പറയില്ല, കാരണം ചിലപ്പോൾ ഇനി ഞാൻ ആൻസർ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇൻ്റെതാണ് ശരി നിങ്ങളതാണ് റോങ് ആണ് വിചാരിച്ചിട്ട് ഇരിക്കേണ്ട, ചിലപ്പോൾ നിങ്ങളുടേക്കാരം ശരി. അപ്പം ഞാൻ ആൻസർ പറയില്ല, എനിക്ക് ഉറപ്പുള്ള ആൻസേഴ്സ് മാത്രം പറഞ്ഞുതരാം. ഉറപ്പില്ലാത്ത എന്തായാലും ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പം ഏതൊക്കെ എഴുതിയെന്ന് പറയാം. ഓക്കെ, ഫസ്റ്റത്തത് എഴുതിക്കണം. ഞാൻ A ആണ് എഴുതിയത്, പക്ഷെ B ആണെന്ന് പറയുന്നുണ്ട്, എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് വലിയതൊന്നുമില്ല. ഓക്കെ, 2, 3 ഞാൻ ഒഴിച്ചു വിട്ടൊക്കെ ആയിരുന്നു. ലാസ്റ്റൊക്കെ എഴുതാൻ വിചാരിച്ചിട്ട് ഒഴിച്ചു വിട്ടിട്ട് പിന്നെ എനിക്ക് ലാസ്റ്റ് നമ്മൾ ന്യൂമറിക്കൽസ് ഇങ്ങനെ ആലോചിച്ച് കുറേ ഇത് ഭയങ്കര ലോജിക്കലിലൂടെ ചിന്തിച്ച് എഴുതേണ്ട സംഭവമാണ്, കുറേ ചെയ്യേണ്ട സംഭവം. അതിനുള്ള ടൈം നമുക്കില്ല, കാരണം 3 മാർക്കിന് നമ്മൾ അത്രയും ടൈം സ്പെൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ 4 മാർക്കിന് നമ്മൾ എപ്പോൾ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തപ്പം അങ്ങനെ കുറേ ആലോചിച്ചിരുന്നിട്ട് ടൈം പോയി. ലാസ്റ്റൊക്കെ ഞാൻ ഭയങ്കര എന്താ കാട്ടേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ പിന്നെ 2, 3 വിട്ടുപോയി. അങ്ങനെ 2, 3 എഴുതിയിട്ടില്ല. 4 OH ആണ് എഴുതിക്കുന്നത്, OH മൈനസ്. 5 എനിക്ക് ഉറപ്പില്ല, സോ ഞാനത് പറയുന്നില്ല. ഓക്കെ, ആൻഡ് 6th എനിക്ക് ഉറപ്പുണ്ട്, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എക്സാമ്പിളും എഴുതിക്കണം. അപ്പം ഞാൻ 6th എഴുതിക്കണം. 7th ഞാൻ എഴുതിയിട്ടില്ല. ആൻഡ് 8th എഴുതിക്കണം, പക്ഷെ അതെനിക്ക് ഡൗട്ട് ഉണ്ട്, ശരിയാണെന്ന് അറിയില്ല. സോ എന്തായാലും ആവുകയാണെങ്കിൽ ആവട്ടെ. ഓക്കെ, ആൻഡ് 9 ഞാൻ എഴുതിക്കണം. ഞാൻ ഇവിടെ കുറച്ച് മാർക്ക് എഴുതിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റത്തെ ഞാൻ C ആണ് എഴുതിക്കണേ, രണ്ടാമത്തെ ഞാൻ A ആണ് എഴുതിക്കണത്, മൂന്നാമത്തെ ഞാൻ E ആണ് എഴുതിക്കണേ, നാലാമത്തത് B. അങ്ങനെയാണ് എഴുതിക്കണത് കേട്ടോ. ഇനി ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, ശരിയാണോ എനിക്കറിയില്ല. ഇനി 10ാമത്തത് എഴുതിക്കണം. 11 എഴുതിക്കും. 11 ബഫർ സൊല്യൂഷൻ എഴുതി. അതിൽ എക്സാമ്പിൾ പറയുമ്പോൾ ഞാനൊരു വീഡിയോയിൽ കമൻറ്റ് കണ്ടാട്ടോ, അതിൽ എന്തൊക്കെയോ അസിഡിക് ബഫർ എന്നൊക്കെ ബേസിക് ബഫർ എന്നൊക്കെ പറയുന്നത്. ഇനി അതാണ് എനിക്കറിയില്ല. ഞാൻ ബഫർ സൊല്യൂഷൻ എക്സാമ്പിൾ പഠിച്ചത് ഹ്യൂമൻ ബ്ലഡ് എന്നാണ്. അപ്പോൾ ഞാൻ ഹ്യൂമൻ ബ്ലഡ് എന്നാണ് എഴുതിക്കുന്നത്. ഇനി അസിഡിക് ബഫറും അങ്ങനെ എന്തൊക്കെയോ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും ഹ്യൂമൻ ബ്ലഡ് എഴുതിക്കണം, അതൊന്നും ശരിയാണെന്ന് അറിയില്ല. ഓക്കെ, പിന്നെ 12 എഴുതിക്കണം. 13 ഞാൻ കെമിക്കൽ ബോണ്ടിങ്ങും ഹൈഡ്രോ കാർബൺസും ഓർഗാനിക്കും ലാസ്റ്റ് വെച്ചിട്ടാണ് നോക്കിയത്. ലൈക്ക് ഭയങ്കര ലാസ്റ്റ് ആ ഒരു മോർണിംഗിലായിട്ടാണ് ഞാനിന്ന് ഞാൻ എന്തപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇരുന്ന് വരുന്നതും പിന്നെ കുറേ കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻസാണ് ഞാൻ ഹൈഡ്രോ കാർബൺസിൽ നോക്കിയത്. അതിലൊക്കെ വന്നത് ഹൈഡ്രോ കാർബൺസ് വന്നത് മാർക്കോണിക്കോസ് റൂളാണ്. മാർക്കോണിക്കോസ് റൂൾ അതാണ് വന്നത്. എന്നിട്ട് അത് ഞാൻ ഇരുന്ന് പഠിച്ചിട്ട് അതൊന്നും ഒരു ക്വസ്റ്റ്യൻ പോലും വന്നില്ല. അപ്പം എനിക്ക് സങ്കടമായി. അതിന് അതേ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞിന്. എന്നിട്ട് എനിക്ക് പിന്നെ ആലോചിച്ചപ്പോൾ സങ്കടം. പിന്നെ റിഡോക്സ് ഒന്ന് മറ്റേ ബേസിക്കും അസിഡിക്കും അത് ചെയ്യാനോ വരാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ അതും വന്നില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ 13 എഴുതിയത് ഏതൊക്കെ പറയാം. ഫസ്റ്റത്തത് ഞാൻ പ്രൊപ്പൻ 2ഓളോ പ്രൊപ്പനോളോ അങ്ങനെ എന്താണ് എഴുതിക്കണത്. പിന്നെ രണ്ടാമത്തെ പ്രൊപ്പനാൽ എന്നാണ് എഴുതിക്കണത്, പ്രൊപ്പനാൽ. ഓക്കെ, 14 എഴുതിയിട്ടില്ല. 15 ഞാൻ എഴുതിക്കണം, അത് എൻ്റെ 15 എഴുതിക്കണം. ഓക്കെ, 16, 17, 18 കണ്ടുമ്പോൾ തന്നെ പിരാന്താവുന്നുണ്ട് കണ്ടോ. ഇതൊക്കെ എന്താണ്. 16 1 എഴുതിക്കണം, അതായത് ഫസ്റ്റ് 1. അത് ശരിയാണോ ഉറപ്പില്ല, എന്നാലും എഴുതിക്കണം. ഓക്കെ, ഇനി ശരിയാവാൻ കാരണം. ഓക്കെ, ഇനി രണ്ടാമത്തത്
എഴുതിയിട്ടില്ല. കാരണം അത് കുറേ എന്താണ്, അത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. പക്ഷെ അതിനൊക്കെ നമ്മൾ 17 എഴുതിക്കണം കേട്ടോ. 17 എഴുതിക്കണം. ഓക്കെ, അതിൽ 2S 2P എന്നാണ് രണ്ടാമത്തെ പറയണത്. പക്ഷെ ഞാൻ 2S എഴുതിയിട്ടുള്ളൂ. ഇനി എനിക്ക് അതിന് മാർക്ക് കിട്ടുമെന്ന് അറിയില്ല. ഓക്കെ, 18 എഴുതിയിട്ടില്ല. അത് കാണുമ്പോൾ തന്നെ എനിക്ക് എന്തൊക്കെയോ പോലെയാണ്. കണ്ടോ, എനിക്ക് എന്താ, ഞാൻ അതുവരെ കാണാത്ത സംഭവങ്ങൾ ഇനി ഉണ്ടാവിയ കാര്യം. ചിലപ്പോൾ ഞാൻ പഠിക്കാഴ്ചക്കാരം. പക്ഷെ എന്തായാലും എനിക്ക് കണ്ടിട്ട് ബാക്കിയുള്ളവരോട് ചോദിച്ചപ്പോൾ ഓലിക്കൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത്. പിന്നെ കോവാലൻ 19 എഴുതിക്കണം, 20 എഴുതിയിട്ടില്ല, 21 എഴുതിക്കണം, 22 എഴുതിക്കണം. ലെസ് പ്രിൻസിപ്പിൾ അതും ഞാൻ എൻ്റെ തിങ്കിങ്ങിലൂടെ എഴുതിയതാണ്. ശരിയാവും വിചാരിക്കുന്നു. ഓക്കെ, ഇനി 23 എഴുതിക്കണോ? ഇല്ല, 23 എഴുതിയിട്ടില്ല. 24 എഴുതിക്കണം, 24 എഴുതിക്കണം, 25 എഴുതിക്കണം. 25 നല്ല കോൺഫിഡൻസ് ഉണ്ട്, കാരണം അത് ശരിയാണ്. 25 ന്യൂമാൻസ് സെക്കൻഡ് അതൊക്കെ എഴുതിക്കണം. ആൻഡ് 26 എഴുതിക്കണം, പക്ഷെ അത് ഉറപ്പില്ല. ഓക്കെ, 27 ഒന്ന് എന്തായാലും ഉറപ്പാണ്. ഒന്നാമത്തെ ശരിയാണ്, രണ്ടാമത്തെ ശരിയാണെന്ന് എനിക്കറിയില്ല, കാരണം അത് ന്യൂമറിക്കൽസ് ആണ്. ആൻഡ് 28 എഴുതിക്കണം, 28 എഴുതിക്കട്ടോ. പിന്നെ 29 ഹെസസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് ഫർമേഷൻ എഴുതിക്കണം. അതിൻ്റെ ബോൺ ഹേബർ സൈക്കിളും എഴുതിക്കണം കേട്ടോ. അത് ശരിയാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി 30 ഹെട്രോജനസ് ഇക്വിലിബ്രിയം എഴുതിക്കണം. പിന്നെ അതിൻ്റെ 2 എനിക്ക് ഉറപ്പില്ല, ശരിയാണോ തെറ്റാണോ അറിയില്ല, കാരണം അത് ഞാൻ എന്തൊക്കെയോ കാട്ടി എഴുതിക്കണം. അപ്പോൾ അതെനിക്ക് ഉറപ്പില്ല 2. ഓക്കെ, 31 എഴുതിയിട്ടില്ല. അപ്പോൾ ഇത്രയാണ് ഞാൻ എഴുതിക്കുന്നത്. ആൻഡ് ഇനി ഞാനിപ്പോൾ ഇതിനെപ്പറ്റി ആലോചിച്ച് ഇതിനെപ്പറ്റി ഗവേഷണം നടത്താനൊന്നും പോകണില്ല, കാരണം ഇനി ഇത് എക്സാം പേപ്പർ എഴുതി കഴിഞ്ഞു കൊടുത്തു. അപ്പോൾ ഇനി അത് ആലോചിച്ചാൽ നമുക്ക് മാറ്റി എഴുതാനൊന്നും പറ്റില്ലല്ലോ, വെറുതെ ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം. ഇനിയിപ്പോൾ നമ്മൾ ആൻസേഴ്സൊക്കെ ഇതിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ടെൻഷൻ ആവുള്ളൂ. അപ്പോൾ ഞാനിതൊക്കെ എഴുതിയത് തെറ്റാണല്ലോ, ആ ഒരു ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ആൻസേഴ്സൊന്നും നോക്കാൻ നിൽക്കണില്ല. സോ ഇനി നമുക്ക് 4 ദിവസം ലീവ് ഉണ്ട്. അതിൽ എനിക്ക് ബോട്ടണിയും സുവോളജിയും കംപ്ലീറ്റ് ആക്കണം. ഫിസിക്സ് എനിക്കൊരു ഉറപ്പില്ല ഗൈസ്. ഫിസിക്സ് എനിക്ക് നല്ല പേടിയുണ്ട്. മാത്സ് പിന്നെ ഓൾറെഡി സെറ്റാണ്. ഓക്കെ, മാത്സ് സെറ്റാണ് വിചാരിക്കണം. ഇനി അപ്പോൾ വെച്ചിട്ട് ആ ഒരു ഇതിൽ നോക്കിയാൽ മതി. ഓക്കെ, ആൻഡ് കെമിസ്ട്രി പോട്ടെ, ഇനി നമ്മൾ കെമിസ്ട്രി നോക്കണില്ല. ഇനി മാർക്ക് ഇടുന്ന ടീച്ചേഴ്സിൻ്റെ കയ്യിലും റിസൾട്ട് വരുമ്പോഴും നമ്മളൊന്ന് ജസ്റ്റ് പേടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ആൻഡ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഓക്കെ, ബൈ, ടാറ്റാ.